ഞാനിപ്പോ 1, 2 ഇന്റർവ്യൂല് ഞാനത് പറഞ്ഞിരുന്നു. പറഞ്ഞെങ്കിലും അതൊന്നും ഫുള്ളായിട്ട് എല്ലാ ഇന്റർവ്യൂല് വന്നില്ലെന്നുള്ള ഞാൻ എല്ലാം കൊടുക്കുക. അവരിവിടെ വന്ന് ഈ ചെയറിലിരുന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞ ഓണത്തിന് റിലീസ് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഓണം നിങ്ങളല്ല നമ്മളാണ് പരിപാടി. അത് അങ്ങനെ ചൂടൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നിയോ? നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്ന സിനിമ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ബഡ്ജറ്റിൽ നിന്ന് വളരെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അസോസിയേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ്. അല്ലാതെ നമ്മൾ ഇതിൽ പിസ്കാന നമ്മുടെ അടുത്ത് പൈസ തീർന്നതായിട്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു ഇത് പോയി കഴിഞ്ഞിട്ട് ജൂഡിൻ്റെ അടുത്ത് പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പൈസ ഇടാൻ പറ്റില്ല, കൂടിപ്പോയെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ഇത്ര അധികം പൈസ പറഞ്ഞ ബഡ്ജറ്റിനായാലും ഏകദേശം ഒരു 60-70% കൂടി. ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ലഹരി ഉപയോഗം കൂടിയാക്കണത് എല്ലാം അതാണ്. ഇപ്പോൾ നമ്മളൊരു 10 വർഷം മുന്നേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അടിച്ചു വന്നു കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കറിയാത്ത എന്തോ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടാസിന്റെ പുതിയ ഹെപ്പ ഫിൽറ്ററുള്ള പൂർണ്ണമായും 6 അഡ്ജസ്റ്റബിൾ ടണേജ് മോഡലുകളിൽ കുളിർമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റിക്കാന്നല്ല വിചാരിച്ച് ഒരു കാര്യവും നടക്കില്ല. പക്ഷെ പരസ്യം ആവശ്യത്തിന് ചെയ്യണം, അല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ സിനിമ വന്നു പോകണമെന്നൊന്നും ആർക്കും അറിയില്ല. അതിൻ്റെ ഒരു അറിയിക്കുക ഇതായിരുന്നു എൻ്റെ വിളംബരം കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇതിൽ പിസ്കാന നമ്മുടെ അടുത്ത് പൈസ തീർന്നതായിട്ടൊന്നുമല്ല. അത് അങ്ങനെ ചൂടൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നിയോ? സങ്കടം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം തോന്നി. സത്യം പറഞ്ഞിട്ട് എനിക്ക് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ ഒരു നമ്മൾ കാര്യത്തിന് ഇത്ര മാത്രം അധികം, നമ്മൾ അതായത് കുറ്റപ്പെടുത്തിയപ്പോൾ. ഇവിടെ എങ്ങനെയാണെന്നറിയാമോ, നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണം സിനിമ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ബഡ്ജറ്റിൽ നിന്ന് വളരെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അസോസിയേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും. അസോസിയേഷൻകാർ മീറ്റിങ്ങിന് വിളിക്കും, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയും, ചർച്ച, അത് അങ്ങനത്തെയൊക്കെ ഇവിടെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയോ കേട്ടാക്കണം ആ സിനിമനെ ഇവിടെ ആൾക്കാർ വിളിച്ചാക്കണേന്ന് പോലും. നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ അങ്ങനത്തെ ഒരു ഇത് പോയി കഴിഞ്ഞിട്ട് ജൂഡിൻ്റെ അടുത്ത് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് കൂടണം എന്താണെന്നറിയോ, ഇതിൻ്റെ പ്രൊഡക്ഷൻ മൊത്തം ഞാൻ ഡയറക്റ്റാണ് കൈകാര്യം, എൻ്റെ ആൾക്കാർ അവിടെ ഇരുന്നിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൽ ഈ പറയണ ഓരോ ദിവസം പൈസ ട്രാൻസ്ഫർ എല്ലാം ഇപ്പോൾ ചെക്കൊന്നുമില്ലല്ലോ, എല്ലാം GS TDS RTGS ചെയ്യണം. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം. എനിക്കൊരു ദിവസം ഒരു ലിസ്റ്റ് വരും, ഒരു 20 ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എക്സൽ ഷീറ്റിൽ പോയിട്ട് നോക്കാം എന്താണ്. അപ്പോൾ എനിക്ക് സംശയമുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വിളിക്കുന്നത് എന്താ ഈ ട്രാൻസ്ഫർ, അപ്പോൾ അവർ പറയും മറ്റേ ഇതാണ്. ഓക്കെ, ഇത് ഈ പ്രോസസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ എന്ത് ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ് കാര്യം എന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സാറേ ഇങ്ങനെ ഇത് ചോദിക്കണ്ടല്ലോ, എന്ത് വേണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ മണിനെ വിളിക്കും, ഇതിൻ്റെ ഡയറക്ടർ, മണി എന്താ ഇത് വീണ്ടും ഇത് ചെയ്യണം. അപ്പം മണി പറയും ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ ചില സമയത്ത് പറയും അത് വേണ്ട, അത് മറ്റേത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പൈസ ഇടാൻ പറ്റില്ല, കൂടിപ്പോയെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ബഡ്ജറ്റ് കൂടി, ഇങ്ങനത്തെ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല പ്രതിസന്ധികളും വന്നുകൊണ്ടിരുന്നത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല, ജൂഡിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മണിനെ കുറ്റപ്പെടുത്തി ആരെയും പറ്റിയിട്ട് അത് ഞാൻ അത് ആർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയുമോ ഇതിൽ മറ്റേ സാധനം ചെയ്യണോട്ടെ, അല്ലെങ്കിൽ വീട് അങ്ങനെ ചെയ്യണോട്ടെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇത്ര അധികം പൈസ നമ്മൾ ബഡ്ജറ്റിൻ്റെ മേലെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പറഞ്ഞ ബഡ്ജറ്റിനായാലും ഏകദേശം ഒരു 60-70% കൂടിക്കഴിഞ്ഞിട്ട് പോലും നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയും അതിനുശേഷം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി, ഞാനത് പറയുകയും ചെയ്തു. അത് വേറെ അങ്ങനത്തെ ഒരു ഇഷ്യൂ നേരിട്ട് തന്നെ പറഞ്ഞു. നമ്മളല്ലാതെ വേറെ പറയണ അങ്ങനെ വേറെ ഒരാൾ പരാതികളൊന്നും ഇല്ലായിരുന്നു. ഇല്ല. വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പി ആയിട്ട്. ഇത് ഈ നിമിഷം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഞാൻ ഇതിലെ ഒരാൾക്കാരായിട്ടും യാതൊരുവിധ എന്തിനും വഴക്ക അങ്ങനെ എല്ലാവർക്കും ആകെ ഞാൻ ഇതിൽ കുറച്ചൊരു ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഉപദേശിക്കുമല്ല ഇത് നിങ്ങൾക്കൊന്നും ഇത് ആ രീതിയിൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ VFXൻ്റെ ആൾക്കാർ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്കോർ ചെയ്തത് BGM ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിലേ ആയി, നമ്മൾ പറഞ്ഞ സമയത്ത് വർക്ക് ചെയ്ത് തന്നില്ല. അപ്പോൾ ജൂഡിനോട് ചോദിക്കുമ്പോൾ ജൂഡ് പറഞ്ഞു, സാർ ഇവരിങ്ങനെ പറഞ്ഞ് അവരെ വിശ്വസിച്ച് ഞാൻ ഇത് ഏൽപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജൂഡ് എനിക്ക് അവരായിട്ട് മീറ്റ് ചെയ്യണം. അവരിവിടെ വന്ന് ഈ ചെയറിലിരുന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞത്, ഓണത്തിന് റിലീസ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ ഓണം എന്നാണെന്ന് തന്നെ അറിയാം. ഞാൻ പറഞ്ഞു ഓണം നിങ്ങളല്ല നമ്മളാണ് പരിപാടി, എല്ലാ മാസവും ബാങ്ക് ഇൻട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറ്റൂല എന്ന് എനിക്ക് പറഞ്ഞുകൂടെ, നേരത്തെ പറയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ടാവണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞാൻ അവരോട് സംസാരിച്ചു, പിള്ളേരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമ റിലീസായി പിറ്റേ ദിവസം ഇവരെല്ലാവരും ഞാൻ ദുബായിൽ നിന്ന് വിളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേലും വളരെ യങ് ആയിട്ടുള്ള ഇതാണ്. പക്ഷെ ഭയങ്കര നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞു റിയലി ഞാൻ അന്ന് സംസാരിച്ചതിൽ ഒട്ടും വിഷമിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാർ വിളിച്ചു തന്നെ വലിയ കാര്യം, എന്തിനാണ് സാർ വിളിച്ചത്, അത് കുഴപ്പമൊന്നും. എന്നാലും ഞാൻ പറഞ്ഞു വിളിക്കാന്നുള്ള എൻ്റെ ഒരു മര്യാദയാണ്.
സിനിമ കാണുമ്പോഴാണല്ലോ ഇവർ ഇങ്ങനത്തെ ഞെട്ടിക്കണ വർക്ക് ചെയ്താക്കണം. അത് കഴിഞ്ഞ് ആ വർക്കിന് വേണ്ടി അവർ കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർ ഒരുമാരെ. ഈ സിനിമ നേരത്തെ കണ്ടില്ലായിരുന്നോ? ഞാൻ പല പ്രാവശ്യം കണ്ടിരുന്നു. പല പ്രാവശ്യം അത് ജൂഡ് ഞാൻ ഒരേ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ടി വിയിൽ കണക്ട് ചെയ്ത് അതിൻ്റെ ഓരോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ചെറിയ ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ട് കണ്ടായിരുന്നു. ഞാനത് തിയേറ്ററിലാണ് കണ്ടത്. തിയേറ്ററിലാണ് തിയേറ്ററിൽ പൂർണ്ണ പൂർണ്ണ രൂപം മീൻസ് അതിൻ്റെ വിഷ്വലി പൂർണ്ണ രൂപം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് 2.5 മണിക്കൂർ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കാണുന്ന സമയത്ത് അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ അതിൽ ഈ പറയുന്ന സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം അത് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് ദുബായ് തിയേറ്ററിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അതാണല്ലോ ഒരു ഫൈനൽ. ഇത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ട് എൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കാണുക. അത് ഈ പറയുന്ന മാളികപ്പുറം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടല്ലേ. ഈ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഈ പ്രൊമോഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വലിയ 1.5 ഏക്കർ എടുത്ത് ടാങ്കാണ് കിട്ടുന്നത് അല്ലേ. ഭയങ്കര പൈസയാവുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരാളെ മാത്രമല്ലല്ലോ ഏൽപ്പിക്കുന്നത്, നമുക്കിത് എത്ര രൂപയാവും എന്നൊക്കെ അന്വേഷിക്കുമല്ലോ. അങ്ങനെ അന്വേഷണത്തിൽ വല്ല തട്ടിപ്പും കണ്ടെത്തിയോ? അല്ല, ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ചിലപ്പോൾ സിനിമകൾ വന്നു കഴിഞ്ഞിട്ട് പറയും ഒരു 5 കോടിയാണ് 5 കോടിയാണ് ഇതിൻ്റെ മുടക്ക്, 5 കോടി മുടക്കി കഴിഞ്ഞ് ഇത്ര അങ്ങനെയൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 5 കോടിയാണെങ്കിൽ അതിനെല്ലാത്തിനും സ്പ്ലിറ്റപ്പ് തരാൻ പറയും. ഓരോ ആർട്ടിസ്റ്റിന് എത്രയാണ്, ടെക്നീഷ്യൻസിന് എത്രയാണ്, ആർട്ടിന് എത്രയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആർട്ടിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോൾ ആർട്ടിന് എക്സാമ്പിൾ പറയുകയാണ് ഒരു 4 കോടിയാണ്, എങ്ങനെ പോകണം 4 കോടി. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഉണ്ടാവും. അതിൽ വീട് ഒരു 10 വീട് ഉണ്ടാക്കണം, അതിന് എത്ര, ഈ ടാങ്ക് ഉണ്ടാക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മണിയായിട്ട് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മണിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യണതെന്ന് മണിക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാനിതിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് ഈ പറയുന്ന അതിൽ പറഞ്ഞ ടാങ്ക്, പിന്നെ ഒരു അണ്ടർ വാട്ടർ ടാങ്ക് ഉണ്ട് ഇവർ ഡൈവ്, ഇതെല്ലാം 2 ടാങ്കാണ്. പിന്നെ അതിലൊരു 14 വീട് ഉണ്ടാക്കിയിരുന്നു. വീട് മീൻസ് സാധാരണ ആൾക്കാർ താമസിക്കുന്ന പോലത്തെ വീടുകളുണ്ടായിരുന്നു. 14 വീട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലെല്ലാത്തിനും എമൗണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. ടാങ്കിന് ഒരു എമൗണ്ട് ഇതിനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ A to Z അറിയാവുന്നതാണ്. ഇത്ര വലിയ ബിൽഡിംഗ് വേണം, കാരണം അവിടെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഒരിക്കലും ഇതിൽ ആർട്ട് ഡയറക്ടർ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഫീൽഡ് അല്ലല്ലോ ഈ കൺസ്ട്രക്ഷൻ. അവർ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ സിനിമയിൽ അറിയാമല്ലോ, സിനിമയാണല്ലോ കൂട്ടി പറയും ഭയങ്കര അത് ഒരു ഇതില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എടുക്കാൻ പറഞ്ഞു. ഇത് എത്ര തിക്നെസ്സിലാണ്, എത്ര കമ്പി ഇടുന്നുണ്ട്, ഇതെല്ലാം പറയാം. നമ്മൾ അതേപോലെ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അവരിത് തന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ എഞ്ചിനീയർ ഉണ്ട് ശ്രീരാഗ്, ഏബിൾ എന്ന് പറഞ്ഞ 2 പേര് സ്ട്രക്ചർ എഞ്ചിനീയറാണ് ഇവർ. അപ്പോൾ അവരിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നാക്കണം, പക്ഷെ നമുക്ക് അതിനേലും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് വെള്ളം പൊട്ടി കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് ലാഭിക്കാൻ നോക്കി, കമ്പി കുറച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം അവർ പറഞ്ഞാക്കണതിൻ്റെ ഏകദേശം ഒരു 40% നമ്മൾ ചെയ്ത് ഈ പറയണ 1.5 ഏക്കർ ടാങ്ക്. മറ്റു ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ ഇവർ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ വേറെ ആരും വന്നു കഴിഞ്ഞിട്ട് വെറുതെ പൈസ കൊടുക്കണേലും അത് ആ പൈസ നമുക്ക് വേറെ ഉപയോഗിക്കാമല്ലോ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ അങ്ങനെ ഈ പറയണ ഈ 14 വീടിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ സഹായിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഇതുണ്ടല്ലോ ഈ പൈപ്പ് വെൽഡിങ് ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതായത് ആർട്ടായിട്ട് ബന്ധമില്ലാത്തൊരു വർക്കുകളാണ്. ഇത് പറയുന്നത് നമ്മളിപ്പോ ഒരു ആർട്ട് ഡയറക്ടർ നമുക്ക് കൊട്ടേഷൻ തരുന്നു, വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടാണ് തരുന്നത്. അവര് കൂട്ടിവെക്കുന്നു, അവർക്ക് അറിയില്ല എങ്ങനെയാണ് പ്രൊഡ്യൂസർമാരുടെ പൈസ പോകുന്നത്. അതെ, നമ്മൾ ഞാനിത് എനിക്ക് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിൽ ഇടപെട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതന്ന് ഞാനത് പറയണം ഓക്കെ എന്ന് പറയണം. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് ഈ 1.5 ഏക്കർ ടാങ്കിന് എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നു പറഞ്ഞാൽ 1.45 ആയിരുന്നു. 1.45 CR ആയിരുന്നു ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഞാനത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം വന്നു പറഞ്ഞാൽ 50 ലക്ഷം. എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഒരു 40 ലക്ഷത്തിന് മിക്കവാറും തീരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വ്യത്യാസമാണ്. അതാ പറയാം. അല്ല, ഇതെന്താണെന്നറിയാമോ, ഇത് പുറത്തുനിന്ന് ഒരു കമ്പനി വരുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആരും പൈസ എടുക്കുന്നു, ഏതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ അവർ ആ രീതിയിലുള്ള കണക്കൂട്ടിൽ ഇനി ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കും. 1.5 ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എത്രയോ ഹ്യൂജാണ്. 10,60,000 സ്ക്വയർ ഫീറ്റാണ് ഇത് ചെയ്യുന്നത്. അതിൽ കുറേ ചലഞ്ചിങ് ഉണ്ടായിരുന്നു. അതിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, തെങ്ങും വേറെ എന്തോ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരം വെട്ടാൻ പാടില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് പോരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ തെങ്ങിനെ അങ്ങനെ നിർത്തണം, ഈ മരത്തിന് അങ്ങനെ നിർത്തണം, അവിടെ ഒരു ടാങ്ക് പണിയണം. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. അത് പിന്നെ നമ്മൾ പല ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മരത്തിന് ഒരു കുഴപ്പമില്ലാതെ അത് സിനിമ വന്നപ്പോഴും രസമായി. ഒരു വീടിൻ്റെ സൈഡിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരാണ് അവിടെ ടാങ്ക് ഇട്ടാക്കണം. അതെ അതെ. ഏതെങ്കിലും രീതിയിൽ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 കോടി ലിറ്ററാണ് അതിലെ വെള്ളം, അപ്രോക്സിമേറ്റ് 1 കോടി ലിറ്റർ. അപ്പോൾ എവിടെയെങ്കിലും ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 ഫീറ്റാണ്. അതായത് ഒരാളുടെ ഫീറ്റ് ഉണ്ട്, നമ്മുടെ ഏറ്റവും ടോപ്പ് വരെ വെള്ളം നിർത്തുമായിരുന്നില്ല, 5 ഫീറ്റൊക്കെ ഒരു ചെറിയ ആളുടെ ഇതിലൊക്കെയാണ് വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരേ ടൈമിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 100 ആൾക്കാരെങ്കിലും ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ അകത്തുണ്ടാവും. അകത്തുണ്ട്. ടെക്നീഷ്യൻസ്, പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്, ആ സിനിമയിൽ അങ്ങോട്ടും അതെ, ഇങ്ങോട്ടൊക്കെ അതെ. നടക്കുന്ന ആൾക്കാർ, പിന്നെ ഇതിൻ്റെ ക്രൂ, പല ഇതിൻ്റെ മെസ്സിൻ്റെ ആൾക്കാരുണ്ടാവും, ലൈറ്റ് ബോയ് ഉണ്ടാവും, ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഒരു ഇതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ടാങ്ക് എവിടെയെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 60-70 മീറ്റർ കഴിയുമ്പോഴാണ് ഈ ഭീകരമായ പുഴ കിടക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ അവിടെ ഈ സ്ഥലം കാണാൻ ചെന്നപ്പോൾ ഞാൻ ആ പുഴയുടെ സൈഡിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഈ പുഴക്ക് എത്ര ആടുമെന്നൊക്കെ പറയണ. അതിൻ്റെ അരുവിന് തന്നെ ഇവർ ഫുട്ബോൾ വിടാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 14 ഫീറ്റ് ഉണ്ടായത്. ആ 14 ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.25 ആളുടെ ഇത്. height അപ്പോൾ ഉണ്ടല്ലോ. തന്നെ ഞാൻ ഞെട്ടിപ്പോയി, ഇതിലൊക്കെ പോയിട്ട് വീണ് കഴിഞ്ഞാൽ എന്താവും. അപ്പോൾ ഈ ടാങ്ക് എങ്ങാൻ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം ജനങ്ങൾ പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും, അറിയാമല്ലോ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്. അപ്പോൾ എന്നൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഈ ടാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിടിക്കാനൊരു സ്ഥലമൊന്നുമില്ല, വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ പോകില്ല, അങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ഒരു മുഴുവൻ ജേർണിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ ഇതുണ്ടായിരുന്നു തീർച്ചയായിട്ടും. വിശ്വസിക്കുകയാണ് ഞാനത്. അതിൽ തന്നെയാണ് അത് വിജയം. നമ്മളാണ് ഉണ്ടാക്കിയത്, എന്തെങ്കിലും സംഭവിച്ചത് നമ്മുടെ തലയിലേക്ക് എല്ലാം വരും. എൻ്റെ തലയിൽ തന്നെയുണ്ട്. ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ പോകും. പിന്നെ അവർ പറഞ്ഞു ഞങ്ങളൊരു മനോഹര ടാങ്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ്, അതിനാ ടാങ്ക് വേണ്ടത്. പക്ഷേ വെറുതെ ഒന്ന് പൈസ പ്രൊഡ്യൂസർ ലാഭം നോക്കി, പിശുക്കി കഴിഞ്ഞിട്ട് അതിൽ ലാഭം നോക്കാൻ ഇത് വേണ്ടി കുറച്ചു, സിമെന്റ് കുറച്ച് അത് ചേർത്ത് കമ്പി കുറച്ചു. കുറച്ചെന്നൊക്കെ ഒക്കെ ദൈവാനുഗ്രഹം തന്നെയാണ്. ഒരു സംശയം ദൈവാനുഗ്രഹം തന്നെയാണ് ഈ സിനിമ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അത് തുടക്കത്തിൽ മുതൽ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും ഒരു വിശ്വാസമാണ്. ശരിയാ. ഈ പറയുന്ന പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ നമ്മൾ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറാണ് അല്ലേ. പ്രൊഡ്യൂസറിന് എപ്പോഴും ഒരു സ്ഥാനമുണ്ട്, അത് എവിടെയും കിട്ടാം. നമ്മൾ സിനിമ എടുക്കുമ്പോൾ തന്നെ ഒരു എഗ്രിമെൻറ്റിൽ ഫോമിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ എന്താണ് ഇതുമായിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരണമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ വെച്ചാൽ ഇതിൽ പങ്കെടുത്ത ആർട്ടിസ്റ്റുകളും പങ്കെടുക്കാത്ത ആർട്ടിസ്റ്റുകളുമാണ് അല്ലേ. ഇവിടെ വന്നിട്ട് പോലും പങ്കെടുക്കാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. അതൊക്കെ താങ്കളൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്? താങ്കൾ എന്താണ് ഇത്ര ഉള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? അല്ല, അതിൽ ഞാനിപ്പോൾ 1-2 ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞെങ്കിലും അതൊന്നും ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഇൻ്റർവ്യൂവിൽ വന്നില്ലെന്നുള്ള. ഞാൻ എല്ലാം കൊടുക്കും. ഓക്കെ, ഇതിലധികം കാര്യം 2 കാര്യങ്ങളാണ് അതിൽ. അതായത് ഒരു വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ളതല്ല. ഒരു സിനിമയിൽ നമ്മളൊരു നായികയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല നമ്മൾ ഈ പറയണ തമിഴിലെ അല്ലെങ്കിൽ കന്നഡയിൽ തെലുങ്കില് ഹിന്ദിയിലൊന്നും നമ്മൾ കമ്പയർ ചെയ്യണം. അവരുടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 20 ലക്ഷം, 20 കോടി, 25 കോടി, 30 കോടിയൊക്കെയാണ് ഇത്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ ചെറിയ പൈസയാണ് കിട്ടിക്കേണ്ടത്. അതൊരു സൈഡിൽ നിൽക്കണ കാര്യം. ഇതാണെങ്കിൽ പോലും മലയാളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് വലിയ പൈസയാണ്. അതെ, മനസ്സിലായില്ല. ആ 6 കോടി മുടക്കണ ഇതിൽ 1.5 കോടി ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലുതാണ്. എങ്കിൽ കൂടി നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റിന് എടുക്കുന്നത്? ഞാൻ പറയണത് ആ നായകനെ എടുക്കുന്നത്. ആ ആർട്ടിസ്റ്റിനുള്ള ഈ സിനിമയിലുള്ള ഒരു വിലയുണ്ടല്ലോ, ആ ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് നാളെ ഈ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത എനിക്ക് ഒരു സാധാരണക്കാരനെ വെച്ചിട്ട് എനിക്ക് സിനിമ എടുക്കാം. 1.5 കോടി നേരെ കുറഞ്ഞു കഴിഞ്ഞിട്ട് അവന് വേണമെന്നെങ്കിൽ അവൻ എന്തെങ്കിലും ചില്ലറ ഇങ്ങോട്ട് തരും. ഇത് അഭിനയിക്കാൻ നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ. ഇതാണ് ശരി സത്യം. പക്ഷെ നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്യണം. എന്താണെന്നറിയോ, ഇവർക്ക് 1.5 കോടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ അധികം ജനങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ ആരാധിക്കുന്നുണ്ട്, ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അവർ വരുന്നു, കഥ കേൾക്കുന്നു, ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ പറയുന്ന ഡബ്ബിങ്, ഇതാണ് അവരുടെ ജോലി. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തിയേറ്ററിൽ വന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അതെ അതെ അതെ. എത്രയോ സിനിമകളുടെ ഷൂട്ടിംഗ് കാണുന്നത് ആൾക്കാർ അറിയാൻ പോണ ഒരു സമയത്ത് ഇവരവിടെ ഈ നമ്മൾ ഒരാളെ ത്രൂ ആണല്ലോ ഈ സിനിമ അറിയിക്കണത്. ഇപ്പം ഞാനാണ് പ്രൊഡ്യൂസർ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞവിടെ വന്നിട്ട് കയറില്ല, അല്ലെങ്കിൽ ഡയറക്ടർ കാര്യമില്ല, ആർട്ടിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ തിരക്കാണ്, അല്ലെങ്കിൽ എനിക്ക് വരാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ നാളെ സിനിമ തിയേറ്ററിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് അറിയണത്? അറിയാലോ, തിയേറ്ററിൽ സിനിമ വന്നിട്ട് ആദ്യ ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ സിനിമ വാഷ് ഔട്ടാണ്. അതായത് ഒരു 20 ലക്ഷം പോലും പല സിനിമകൾക്കും കിട്ടുന്നില്ല. ഇതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പം ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നായകനായിട്ട് അഭിനയിച്ച എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ആളാണല്ലോ നായകനായിട്ട് വന്നത്. അവൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊമോഷനുകളിൽ പങ്കെടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്കും അതിൽ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ നമ്മൾ സിനിമ എടുത്ത് ആ റിലീസിൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നേയാണ് ഈ പ്രോസസ്സ്. അല്ല 1 മാസം മുന്നേ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ശ്രദ്ധിക്കണം? 100 കാര്യങ്ങളായിട്ട് 100 വാട്സപ്പും അവിടെ ഇതെല്ലാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ സിനിമ റിലീസ് ആവണതിന് തൊട്ട് മുന്നേ വരണം.
അപ്പം ഞാൻ എപ്പോഴും പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PS2 അല്ലെങ്കിൽ ബാഹുബലി ഇങ്ങനത്തെ KGF ഇതിനെല്ലാത്തിനും എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ ലീമ റെഡിയിലും പല സ്ഥലങ്ങളിലും വന്നിട്ട് വലിയ ഒമ്പിച്ച പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞിട്ട് ഒരു ഉത്സവമാക്കേണ്ട വരും. അതെ, അപ്പം അങ്ങനെ ചെയ്യണ ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു സിനിമ അതായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യണില്ല കേട്ടോ. ആനാടൻ പോലത്തെ വ്യത്യാസം എങ്കിൽ പോലും നമ്മളുടെ എന്താണ് നമ്മൾ ഇവരെയും കൊണ്ട് ഹൈദരാബാദിൽ പോകാനോ ബാംഗ്ലൂരോ നമ്മളൊന്നും ഉദ്ദേശിക്കണില്ല. ആകെ നമ്മൾ ഉദ്ദേശിക്കണമെന്നാണ് എറണാകുളം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാലിക്കട്ട്, ഇപ്പം തൃശ്ശൂരോ കണ്ണൂരൊന്നും ആരും പ്രൊമോഷൻ വെക്കാറില്ല സാറ്. ഇവിടെ പോലും ഇവർക്ക് വരാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ഇപ്പം ഈ 2018 പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തട്ടെ, എല്ലാവരുമായിട്ട് നമ്മൾ ഭയങ്കര ദോസ്തിയാണ്, എല്ലാവരും നമ്മളായിട്ട് നല്ല റിലേഷനൊക്കെ. എനിക്ക് ഞാൻ അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഫേസ്ബുക്കിലും പറഞ്ഞ കാര്യമാണ്. പറയേണ്ട കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. 5-ാം തീയതിയാണ് റിലീസാവുന്നത്. നമ്മളതിന് മുന്നേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ആർട്ടിസ്റ്റുകളെ നമുക്ക് കിട്ടിയില്ല. അവർക്ക് അവരുടേതായ ഇതുണ്ടാവായിരിക്കാം. അത് നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പുറത്തുള്ള ആൾക്കാർക്ക് 30 കോടിയും 40 കോടിയൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞാൽ 1.5-2 കോടിയാണ്. അപ്പോൾ അവർ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ചെയ്യണം മാക്സിമം 1 സിനിമ 2 സിനിമ ചെയ്യണുള്ളൂ. അവർക്ക് അത് മതി. ഇവർക്ക് ചുരുങ്ങിയത് ഒരു 5-6 സിനിമയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 45 ദിവസം അതിൻ്റെ ഷെഡ്യൂളിൻ്റെ ഇതൊക്കെ വരുമ്പോൾ 45 അല്ലെങ്കിൽ 2 മാസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ ഒരു വർഷം മുഴുവൻ ഇവർ എൻഗേജഡാണ്. ഏതോ ഷൂട്ടിങ് മാത്രമല്ല, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. ഇവർക്കും ഫാമിലി ഉള്ളതാണ്, വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് ഇങ്ങനെ ട്രാവലിംഗ് നടത്തണം, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, അതിലൊന്നും ഞാനൊന്നും പറയണില്ല. മറ്റൊരു കൂട്ടമായിട്ട് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങനെ പിന്നെ മന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ആ സിനിമ കഴിഞ്ഞ് ഇനി 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ല, ഇവിടുത്തെ കഴിയാൻ വേണ്ടി കാത്തുകയാണ് അടുത്തതിൽ ജോയിൻ ചെയ്യാനായിട്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, യാതൊരു സംശയമില്ല. പക്ഷെ പൈസ മുടക്കണ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവൻ മുടക്കിയാക്കണ പൈസ, ഇവർക്ക് ഇത്ര അധികം പൈസ കൊടുത്തിട്ടുണ്ട്, അവന് ആ പൈസ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഈ 2018 പ്രൊമോഷൻ കുറവായിരുന്നു. ഇപ്പോൾ ഹൈദരാലി നേരത്തെ അങ്ങനത്തെ ഒരു ചർച്ച വന്ന സമയമില്ല, ഇവരെല്ലാവരും വരികയും, അതായത് ഇതിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയാം. അതിലെ മെയിൻ ആർട്ടിസ്റ്റ് 10 പേരെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 ഈ പറയുന്ന ഇൻ്റർവ്യൂകൾ, എന്തെങ്കിലുമൊക്കെ ഈ ചാറ്റ് ഷോ, വേറെ എന്തെങ്കിലും ഇങ്ങനത്തെയൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പെട്ടെന്ന് തന്നെ ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്ന സംഗതി ഇതാണ്. അല്ലാതെ ഞാൻ 1-2 സ്ഥലത്ത് അവിടെ ഇവിടെ വലിയ ഹോൾഡിങ്ങും വെച്ച് കുറച്ച് പോസ്റ്ററും വെച്ച് ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ ഫുൾ പേജ് കൊടുക്കണേക്കാൾ വലുതെന്ന് പറഞ്ഞതാണ്. എത്രയോ 100 കണക്കിന് യൂട്യൂബേഴ്സ്, എല്ലാ ചാനലുകളും ഇവരെല്ലാവരും എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അല്ലാതെ തന്നെ ന്യൂസുകളായിട്ട് എല്ലാം വരും. അതാണ് ശരിക്കും ആവശ്യമുള്ളത്. അപ്പോൾ അത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിലും ഇത് ചെയ്യാൻ പോണേന്ന്. നമ്മളിപ്പോൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടൊന്നും മലയാള സിനിമയിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വരാത്തവർ ഇനി എന്ത് ചെയ്യും നമ്മൾ? അല്ല, അത് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അത്ര ഈ ആക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്ര ബിസി. താങ്കൾക്ക് ഇത് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ? അത് തീർച്ചയായിട്ടും ഇപ്പൊ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു സിനിമയിലൂടെ നമ്മൾ മാറിയത്. അതെ, അതായത് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ. പക്ഷെ ഞാൻ നേരത്തെ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതുന്നത് വിജയതീരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ മറവിയിലോട്ട് പോകും. അതാണ് ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പൊ ഇതും അങ്ങനെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ VFXന്റെ ആളെ ഞാൻ ചെയ്ത് പറയണം. ഇപ്പൊ വിളിച്ചിട്ട് ഞാൻ അവനെ തെറ്റ് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഞാൻ പത്രസമ്മേളനം നടത്തുന്നതിന്റെ പണി പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ പറഞ്ഞ ആള് തന്നെ ഞാൻ അവനെ വിളിച്ചു കഴിഞ്ഞിട്ട് നീ ഒരിക്കലും വിഷമിക്കരുത്, ഇതാണ് നീ VFXന്റെ അങ്ങേറ്റം എത്തേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സന്തോഷിപ്പിച്ചു. അത് വെരി യങ് ഗൈ ആണ്. അപ്പൊ നമ്മൾ അവനെ ഇത് ചെയ്യണമല്ലോ, ഒരു മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ അവനെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ തകർക്കാൻ നോക്കിയത്. ഇതൊക്കെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊമോഷൻ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷമമൊക്കെ പോയി. നമുക്കിപ്പോ ആരുമായിട്ട് യാതൊരു പ്രശ്നമില്ല. അവരോട് വല്ലതും സംസാരിച്ചോ? പങ്കെടുക്കാത്തവരോട് സംസാരിച്ചോ? അല്ല, ഇപ്പൊ ഞാൻ ഇതിൽ എന്താ പറയാ, ഈ ആർട്ടിസ്റ്റുകളായിട്ട് ഡയറക്ടർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് സംസാരിക്കും. അല്ല, ഇതില് അറിയാലോ, ആൻഡോ ജോസഫ് എൻ്റെ ഒരു കോ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇതിന് ആർട്ടിസ്റ്റുകളെ ഡേറ്റ് എടുക്കലും ഇതെല്ലാം ആന്റോന്റെ ഇരുത്തായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ആന്റോനോടാണ് ചോദിക്കണം. ഞാനല്ലാതെ ഒരു അപ്പൊ ആന്റോനോട് ചോദിക്കുമ്പോൾ ആൻഡ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നു, അവർ പറയുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു നിസ്സഹാവസ്ഥ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും? അവരങ്ങനെയാണ് പറയണത്, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, സിനിമക്ക്. ഇത് ഞാനീ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇതിൽ വന്നിട്ട് സഹകരിച്ചില്ലെന്നല്ല, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. വന്നിരുന്നു. പക്ഷെ അത് എല്ലാവരും കൂടി വരയിരുന്നുണ്ടെങ്കിൽ ഇത് കുറേയും കൂടി നേരത്തെ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരുമായിരുന്നില്ല. ഇത് പ്രൊമോഷന് നമ്മളുടെ പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്ന് എഫോർട്ടില്ല, നമ്മൾ പിസ്ക്കാണ്, പൈസ മുടക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സംഗതി നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്
അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഒരു ദിവസം ആളുകളെ കിട്ടിയിരുന്നു. പിന്നെ നോക്കുമ്പോൾ മറ്റാളുകളെ കിട്ടുന്നില്ല. ഒരുമിച്ചൊന്നും എടുക്കാൻ നോക്കിയിട്ട് അത് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അവർ പല സ്ഥലത്താണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ദയനീയ അവസ്ഥ എനിക്കും ആ സിനിമ അതെ, അതെ. തുടങ്ങുന്ന മുമ്പ് അല്ല, ഇതാണ് കണ്ടിരുന്നു. ഈ സിനിമയുടെ വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാ ഹീറോയിനും മെയിലും ഫീമെയിലും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു 10 പേര് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കട്ടെ, ഈ അടുത്ത കാലത്തൊന്നും ഇത്ര എല്ലാവരും എന്ന് അതെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, അതെ. നായകനും നായികയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ. നിങ്ങൾ തന്നെ വിചാരിക്കുമല്ലോ ഈ സിനിമ ഒരു വലിയ സിനിമ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, സാധാരണ സിനിമകളിൽ നിന്നൊരു വ്യത്യാസം, അതെ, ഇത്രയധികം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അതാണ് ജനങ്ങൾ കാണേണ്ടത്, ജനങ്ങളിലോട്ട് എത്തേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ ഇത് വിചാരിക്കും ഈ സിനിമ ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്, അല്ലെങ്കിൽ കാണണം എന്നൊക്കെ പല തോന്നലും ഉണ്ടാവാം. അല്ല, അതിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇനി കഴിയത്തില്ല. ഇനിയാണ് ഇതെല്ലാം നമ്മൾ പാഠമാണ്. നമ്മൾ ഓരോന്ന് പഠിച്ചു വന്നപ്പോൾ അതെ, അല്ല, അല്ലേ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിൽ ഒരു സിനിമ ചെയ്യണമെന്നെങ്കിൽ അവരോട് പറയണം. നമ്മൾ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പറയല്ല, അതായത് നാളെ സിനിമ റിലീസ് ചെയ്യണമെന്ന് ഒരിക്കലും പറയണില്ല. നമ്മൾ ചുരുങ്ങിയത് ഒരു മാസം മുന്നെയാണ് പറയണത്. ഇന്ന ദിവസം നമ്മൾ സിനിമ റിലീസ് ചെയ്യാൻ പാടും. എന്ന് വെച്ചാൽ തിയേറ്ററായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാവും. ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അല്ലേ സെൻസർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ റിലീസ് ഡേറ്റ് നമ്മൾ ഒരു ഈ പറയുന്ന ഒരു മാസം മുന്നെങ്കിലും അനൗൺസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഭംഗിയായിട്ടുള്ള റിലീസ് നടക്കുള്ളൂ. അതെ. അപ്പോൾ അത്രയും ടൈം അവർക്കുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇന്ന ദിവസം ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകണം. അപ്പോൾ അവർക്കത് വേണമെങ്കിൽ പ്ലാൻ അതെ, ചെയ്യാം, പ്ലാൻ ചെയ്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരണമെങ്കിൽ വരാം. വരാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ആ രീതിയിലൊന്നും ആരും അത്ര അല്ല, ഇതിൽ പറയ അവരൊക്കെ നിർമ്മിക്കുന്ന സിനിമയും അവർക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെങ്കിൽ അവർ മുന്നിൽ കാണുകയും ചെയ്യും കേട്ടോ. ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഇപ്പം ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പൈസ മുടക്കണമെന്ന് തിരിച്ചു കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ആ, ഉണ്ടാവും. ആ, ഇപ്പം ഞാൻ പൈസ മുടക്കി കഴിഞ്ഞാൽ എനിക്കത് തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് ഡയറക്ടർ മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അത് എല്ലാവരും കൂടെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ ഈ പറയണ ഇപ്പം അറിയാലോ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് കടന്നുകൊണ്ടേന്ന് അതെ, നമുക്ക് അതെ, എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും. 75 സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ആകെ ഈ വർഷം രോമാഞ്ചം ഹിറ്റടിച്ചത് അതെ, ഇപ്പൊ ഇതാണ് അതെ. അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത് ചെറിയ, ഞാൻ പറയണ വലിയ സിനിമയിലല്ല പറയണം, ഈവൻ 2 കോടി മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കാനും ആ സിനിമ, എത്രയോ നല്ല സിനിമകൾ തിയേറ്ററിൽ ആൾ കാണാതെ പോയിട്ടുണ്ടെന്ന് പറയും. ഞാൻ തന്നെ ഇതിന് ശേഷം OTT കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണെങ്കിൽ പോലും എനിക്ക് അത് തോന്നി നമുക്ക് കാണുമ്പോൾ അത് ഇതൊക്കെ വീട്ടിൽ തിയേറ്ററിൽ ആളില്ലായിരുന്നു കാണേണ്ട തോന്നുന്നു. സിനിമയല്ലേ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇരുട്ടാന്ന് പറയുന്ന സിനിമ നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സിനിമയാണ്. അങ്ങനത്തെ എത്രയോ സിനിമകൾ ഇതുണ്ട്. അതൊക്കെ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞ ജനങ്ങളെ ഏറ്റെടുക്കേണ്ട സിനിമയായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയോടുകൂടി ജനങ്ങളെ തിയേറ്ററിലോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഒരു സിനിമ 2 സിനിമ വർഷത്തിൽ കണ്ടാൽ പോരാ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആൾക്കാർ വീണ്ടും പൈസ ആയിട്ട് വരുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. എത്ര ആയിരം ആൾക്കാരുടെ ജീവിതമാണ് സിനിമയുടെ ഇതിൽ നടക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഇൻഡസ്ട്രി ഇങ്ങനെ മുകളിലോട്ട് പോവുള്ളൂ. നമ്മളപ്പോൾ അതിനെ താഴോട്ട് പോകാതിരിക്കണമെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കണം. മമ്മൂട്ടി വെച്ച് പടം എടുത്തു, പടവറിന് എടുത്തു. ഈ ലാലേട്ടനെ വെച്ച് പടം എടുക്കണമെന്നുണ്ടോ? നിങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ ലാലേട്ടൻ താമസിക്കുന്നത്. അതെ, ലാലേട്ടനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു സിനിമ എടുക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ലാലേട്ടൻ, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസം ലാലേട്ടനും വൈഫും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ അതിന് എന്താ വേണം, നമുക്ക് ചെയ്യാലാം എന്നൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് എപ്പോഴാണെന്ന് അറിയില്ല, നല്ല സബ്ജക്റ്റ് ഒക്കെ വന്നിട്ട് ലാലേട്ടനൊക്കെ എത്രയോ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ലാലേട്ടനെ പോലുള്ള ഇത്. പിന്നെ അതേപോലെ തന്നെ മമ്മൂക്ക ഇനിയും ഒരു പടം ഈ പറയണ മാമാങ്കത്തിന്റെ ഈ പറയണ പുറത്തും അതൊന്ന് തീർക്കാൻ, ഔട്ട്സൈഡിലെല്ലാം അകത്തും ഉള്ള പുറത്തും എല്ലാം യുദ്ധങ്ങൾ തീർക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ച 2 ആഴ്ച വന്നു കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ ഞാനും മമ്മൂക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വേണുവിന് എന്തെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഒരു നല്ല കഥയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഡേറ്റ് തന്നിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നല്ലൊരു മനസ്സാണ്. കുറച്ചാണെങ്കിലും ഒരു നല്ല അല്ല, മമ്മൂക്ക നല്ലൊരു മനസ്സാണ്. അതെ. അങ്ങനെയൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല കേട്ടോ. ചെയ്യൂല. മമ്മൂക്കൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നല്ല പ്രൊജക്റ്റ് ആയിട്ട് വന്നു. ഇഷ്ടംപോലെ ആൾ റൈറ്റേഴ്സ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എനിക്കത് കേൾക്കുമ്പോൾ അത് മമ്മൂക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കിൻ്റെ അടുത്ത് പറഞ്ഞു വിടണതിന് മുന്നേ അതെ, നമുക്കൊരു ഇത് നമുക്കൊന്ന് തോന്നുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് മമ്മൂക്ക് ഇഷ്ടപ്പെടണം, അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വഴി. എങ്കിൽ പോലും ആ മമ്മൂക്കിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു നല്ല ഇതിനു വേണ്ടി ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യണം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% മമ്മൂക്കയുടെ ഒരു സിനിമ നടന്നിരിക്കും. നമുക്കവിടെ മോഹൻലാലിന്റെ ഒരു സിനിമ എന്തായാലും അതെ, അതെ. താങ്കളുടെ നമുക്ക് കരങ്ങളിലൂടെ ഒരു പടം അതായത് ഞങ്ങൾ നമുക്കൊരു താങ്കൾ ജീവിതം എഴുതുമല്ലോ, പിന്നെ എന്താണ് അല്ല, എഴുത്തിലേക്ക് നമുക്കൊരു ലൈഫാണുള്ളത്. അപ്പം നമുക്കൊരു വലിയ പ്രശ്നങ്ങളില്ലാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമുക്ക് നടത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നടത്തുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വഴി.
അപ്പോൾ ഇപ്പോഴത്തെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മമ്മൂക്കനെ വെച്ചിട്ട് ഒരു സിനിമയും കൂടി ചെയ്യണമെന്ന് തോന്നണം. നമുക്കിപ്പോൾ ഏകദേശം ഇത്ര പരിചയങ്ങളൊക്കെ ആയില്ല. നമ്മൾ പോയിട്ട് ഡയറക്റ്റ് ചെയ്യല്ല പറയണത്. എന്നാലും ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുക, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് സാധിക്കണ കാര്യമാണ്. അതേപോലെ തന്നെ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും സാധിക്കുന്ന കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ തുടങ്ങാൻ പോയത് പൃഥ്വിരാജിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 2008 റിലീസായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ രാജു വിളിച്ചിരുന്നു. അപ്പോഴും ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു ഈ സിനിമാ മോഹങ്ങൾ, അതായത് സിനിമാ ഫീൽഡിലെ മോഹങ്ങളിൽ നിങ്ങൾ ത്രൂ ആണ് ഞാൻ വന്നത്. നിങ്ങളായിട്ടൊരു സിനിമയാണെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ അതൊരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാം. നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ചിലപ്പോൾ പറഞ്ഞു പൃഥ്വിരാജിന്റെ അടുത്ത് പറഞ്ഞു. പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ ഇത് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചേട്ടാ നമുക്ക് എന്തായാലും ചെയ്യാം, നല്ലൊരു ഇത് വരട്ടെ എന്നൊക്കെ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ ആദ്യം വേണ്ടത് മനസ്സിൽ, പിന്നെയുള്ള ഓരോ കാര്യങ്ങളിലോട്ട് പോകണം. അപ്പോൾ നീ പറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹം ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം നടക്കും നടക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും. പിന്നെ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദങ്ങളാണ്, പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. ലഹരി ഉപയോഗം, മലയാളത്തിലെ ലഹരി ഉപയോഗം സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് വരുന്നില്ല ആർട്ടിസ്റ്റുകൾ. ഇതൊക്കെ താങ്കളൊക്കെ ഒരു പ്രൊഡ്യൂസറാണ്, താങ്കളിപ്പം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സിനിമകൾ ചെയ്യുന്നതാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അതെങ്ങനെയാണ് കാണുന്നത്? ഈ ലഹരിയുടെ ഉപയോഗം സിനിമാ മേഖലയെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിട്ടാണ് ലഹരിയുടെ ഈ പറയുന്ന ഒരു വലിയൊരു വാർത്തകൾ നമ്മൾ കേൾക്കണത്. ലഹരി ഉപയോഗം കൂടിയാക്കണത് എല്ലാം അതാണ്. ഇപ്പോൾ നമ്മളൊരു 10 വർഷം മുന്നേയൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അടിച്ചു വന്നു കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കണത്. ഇപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കറിയാത്ത എന്തോ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ മാമാങ്കം നമ്മൾ ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ചിലർ ജൂനിയർ ആർട്ടിസ്റ്റ് മറ്റേത് മറിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഒരു ടീമിനെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 പേരുടെ നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഡീസ് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് മിക്കപ്പോഴും ഒരു 20-30 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർ അബ്യൂസ് ചെയ്യണം എന്താ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഈ നെട്ടൂരൊക്കെ അതിൽ കൂടെയൊക്കെ വഞ്ചിക്കൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട്, അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഈ പറയണ ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ട, ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം അതിൽ നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരാൾ ലിക്വർ അടിച്ച് വന്നു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വെളിയിലായിക്കോ, നമ്മളവിടെ ഗേറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. എനിക്ക് മറ്റേ ആളറിയാമോ, ഇവിടുത്തെ ഏതൊരു കൊണ്ടാട്ടിയുമ്പോൾ അറിയാമോ, അതാണ് ഇവിടെ പുറത്തോട്ട് ഇറങ്ങില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി. പക്ഷേ പുള്ളി അവിടെ പോയി. ആ സെയിം ഇത് തന്നെയാണ് നമ്മളിവിടെ 2018-ലും പ്രൊഡക്ഷനിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയും ഇല്ല, ഒന്നുമില്ല, ആ ദിവസം പിടിച്ചിട്ട് പുറത്താക്കും. ഒരു ഇതുമില്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മൾ. ജൂഡും ആ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ സിനിമയിൽ അറിയാലോ, ഇത്തരം സാധാരണ സിനിമ 35 ദിവസമാണെങ്കിൽ ഇത് 104 ദിവസം ഷൂട്ട് ചെയ്തു. ഇത്രയധികം ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമ കാണുമ്പോൾ നമുക്കറിയാം എന്തോരം ആൾക്കാരുണ്ടെന്ന്. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണിനെ ആരെങ്കിലും കയറി പിടിച്ചെന്ന, അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പറയണ ഡ്രഗ്സ് അടിച്ചെന്ന, ആരെങ്കിലും ഉദാഹരണം ലേറ്റ് ആയിട്ട് വന്നെന്ന, അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ടോപ്പിലുള്ള ആൾക്കാർ, അതിപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നടക്കില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കില്ല, ഒരു സംശയമില്ല. നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, നിങ്ങൾക്ക് 20 സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫുകൾ എങ്ങനെ വരണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങൾ രാവിലെ തന്നെ സ്മോളൊക്കെ അടിച്ച് കുറച്ച് ഡ്രഗ്സ് ഒക്കെ അടിച്ച് വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഇതൊക്കെ കണ്ടിട്ട് വരും. നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇതാണ്. അപ്പോൾ ഫ്യൂച്ചറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ഇതാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംശയമുള്ള ആൾക്കാർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായ കാര്യം. ഇവിടെ ഇപ്പോൾ ആൾക്കാർ അവൈലബിൾ ഇല്ലാതൊന്നുമില്ല, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് കുറച്ച് നമ്മൾ കണ്ണു തുറന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പൈസ മുടക്കുന്നവരുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങളില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാം. അതിലിപ്പോൾ എന്താ പ്രശ്നം? എത്രയോ ആൾക്കാർ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളല്ലാതെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൻ പ്രശ്നക്കാരൻ തന്നെയാണെന്ന് ഒരു 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൈദരാബാദിൽ പറയണം, മറ്റേ ആൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. സെയിം കാര്യം തന്നെ 10 പേര് പറയുമ്പോൾ ഞാൻ വിചാരിക്കണമോ ശരിയാണ് ഹൈദരാബാദിൽ പറഞ്ഞതാണെന്നല്ലേ പറയണം. അപ്പം ഈ പ്രശ്നക്കാരെ നമ്മളന്ന് ഈ പറഞ്ഞ ആൾക്കാരായിട്ട് യാതൊരു ജീവിതത്തിൽ പോലും നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് അവരുടെ അടുത്ത് യാതൊരു ശത്രുതയില്ല. അവർ നല്ലതാണ് ചീത്താണെന്ന് അറിയില്ല. എങ്കിൽ കൂടി നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എന്താ വെച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നാളെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ
ഡ്രഗ്സിൻ്റെ ഇതിൽ എനിക്ക് പൈസ പറയാം. കൊടുത്തിട്ട് കിടക്കണ പട്ടിയെ മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഉദാഹരണങ്ങളാണല്ലോ അതൊക്കെ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. താങ്കളൊക്കെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഇപ്പം ഈ സിനിമയുടെ ടീം തന്നെ നമ്മൾ ബോട്ട് അപകടത്തിൽ പൈസ കൊടുത്തു. മറ്റൊരു തമിഴ് മേഖലയിലും തെലുങ്ക് മേഖലയിലും കാണുന്നത് സിനിമയൊക്കെ സൂപ്പർ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടറിനൊക്കെ പാരിതോഷികമായിട്ട് വണ്ടികളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കാലഘട്ടമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മാളികപ്പുറം ഹിറ്റ് അടിച്ചു, ഇപ്പോൾ ഇത് ഹിറ്റ് അടിച്ചിരുന്നു, ഇവർക്കൊക്കെ എന്തായിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, മാളികപ്പുറത്തിൽ നമ്മൾ അറിയാലോ, ഒരു അത്യാവശ്യം ഇത് ലാഭം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും അവരുടെ നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് നമ്മളെല്ലാവർക്കും നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിക്കവർക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വാർത്തയും വന്നിരുന്നു. അപ്പോൾ പലർക്കും അതിശയമായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പല ഇവിടെ കാലിക്കട്ടിൽ ആസ്റ്ററായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ശബരിമല ബേസ്ഡ് ഒരു സിനിമയായിരുന്നു. അപ്പം നമ്മളത് ശബരിമലയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അതായത് കോടിക്കണക്കിന് ജനങ്ങൾ വന്നതാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ രീതിയിൽ അവിടെ നമ്മൾ അവരായിട്ട് സംസാരിക്കുക, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 2018 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 100% നമുക്ക് എത്രയാണ് ഇപ്പോൾ കിട്ടാൻ പോണെന്ന് അറിയില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും, അതായത് അവിടെ ലൈറ്റ് ബോയ് പോയി കഴിഞ്ഞിട്ട് ഒരു ചായ കൊണ്ടുപോയി തന്നവന് പോലും നമ്മൾ കൊടുത്തിരിക്കും. മാളികപ്പുറത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ ആൻഡ്രോ ജോസഫ് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി എൻ്റെ അടുത്ത് തന്നു. ഞാനത് നോക്കി ഞങ്ങളത് എഗ്രി ചെയ്തിട്ട് പോയേക്കാണ്. ഇതിൽ നമ്മളത് ചെയ്യും. നമുക്കറിയില്ല ഈ 2018 എത്രയാണ് കിട്ടാൻ പോണത്. കിട്ടുന്ന അനുസരിച്ച് നമ്മൾ 100% ചെയ്യും. അത് ചെയ്യണം. എന്തായാലും അവരുടെയും കൂടി അധ്വാനവും കാഴ്ചപ്പാട് ഇതുകൊണ്ടാണ് ഇത് കിട്ടിയാക്കണം. ഓക്കെ, പൈസ മുടക്കണം തന്നെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഇത് വന്നെന്നുണ്ടെങ്കിലും നമ്മളത് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാന്യത. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഇതെല്ലാം കൂടി ദുബായിക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അടിച്ചു പൊളിക്കാമെന്നല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഇവർക്കും ഈ പറഞ്ഞ പോലെ വലിയൊരു കൈത്താങ്ങായിട്ട് നമ്മളുണ്ടാവും. എന്തായാലും ഉണ്ടാവും. ഇല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ല. നമുക്ക് ഈ പൈസ മുഴുവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ ഇത് മാത്രമൊന്നുമല്ല, എൻ്റെ എല്ലാ ബിസിനസ്സിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണ എല്ലാവർക്കും അറിയാം. നമ്മളങ്ങനെ ഒരു പൈസനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ നടക്കണ ഒരു വ്യക്തിയല്ല. കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ ഇഷ്ടം പോലെ, ഇപ്പോൾ അറിയാമല്ലോ, ഈ ഇത് വന്നു കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോൾ ഞാൻ അവിടെ ഫ്ലൈറ്റൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ എത്തിക്കുക ഇതൊക്കെ ചെയ്തു. അത് നമ്മൾ വാർത്ത അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പ്രസ് മീറ്റ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. അല്ലാതെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞ് ഇത് കണ്ടിട്ടാണ്. എനിക്ക് ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഒരു മനുഷ്യർ അറിയില്ല. പക്ഷെ ഞാൻ അതിനേക്കാൾ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിതെല്ലാം ഇതിനെല്ലാം അപ്പുറത്തെ കഷ്ടപ്പാടിൽ നിന്ന് വന്നാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേദനകൾ ഏകദേശം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച പോലെ 2018 നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമെന്നുള്ള എനിക്കറിയാം. എന്തെങ്കിലും ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ പ്രേക്ഷകർക്ക്. അതുകൂടെ ഒരു പങ്കുവയ്ക്കാൻ വേണ്ടി ചോദിച്ചാണ്. ഈ പറഞ്ഞ പോലെ ഇനിയും സൂപ്പർ ഹിറ്റ് സിനിമകൾ താങ്കൾ ചെയ്യണം. അത്തരം സിനിമകൾ നമ്മൾ കാണാതിരിക്കും. നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയിട്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട്, അവിടെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അത് നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് ആ സിനിമ റിലീസിന് ഒരുങ്ങുകയെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു തോന്നുന്നു അല്ലേ? ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒത്തിരി സിനിമകൾ മലയാള സിനിമയിൽ. ഇപ്പോൾ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പഠിത്തം തീരുന്നില്ല, പഠിച്ചു. ആദ്യ സിനിമയിൽ വന്നപ്പോൾ ഒത്തിരി പരാതിയായി. നമ്മൾ പോയിക്കുമ്പോൾ യൂണിയനിൽ നിന്നൊക്കെ നമ്മൾ എടുത്തുകാട്ടം യൂണിയനിലൊക്കെ പോകുമ്പോൾ നമ്മളെ പേടിപ്പിച്ചു. ഇങ്ങനെ ദുബായിൽ നിന്ന് പൈസ കൊണ്ടുവന്ന ആളാണ്, നിങ്ങൾ ഇവിടെ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം നേരെ തിരിച്ച് നിങ്ങൾ വരണം സിനിമ ചെയ്യണമെന്ന് പറയുന്ന യൂണിയൻ വരെ ആക്കിയെടുക്കാൻ പറ്റിയ അല്ല, നമ്മളെല്ലാവരുമായിട്ട് നല്ല പേര് അല്ല അതുവരെ ആക്കിയെടുക്കാൻ പറ്റിയ നമുക്ക്. അത് കറക്റ്റ് തന്നെ അല്ലേ? അത്തരം ഒരു നിലയിലേക്ക് ആക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ ദുബായിൽ നിന്ന് വന്ന് വെറുതെ പണമായിട്ട് വന്നൊരു സിനിമ എടുത്ത ഒത്തിരി പേരുണ്ട്. അവർ ഒന്നും നോക്കുന്നില്ല, വെറുതെ പൈസ കൊടുക്കും. അവരെന്തോ ചെയ്യുന്നു, അവിടെയാണ് ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ വരുന്നു എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാം GST കൃത്യമായ കണക്ക് കൊടുത്തു പോകുന്നു എന്ന് പറയുമ്പോൾ താങ്കളെ പോലെയുള്ള ആളുകൾ ഇത് എന്താ എനിക്ക് ഈ സംഗതിയൊക്കെ പേടിയുള്ള ആളാണ്. ഏത് ഈ കസ്റ്റംസ് EDC ഇവരൊക്കെ വിളിച്ച് ഇരുത്തുക, ഇവരൊക്കെ ലോക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ മുന്നിൽ ചെന്നിട്ട് തലകുമ്പിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ ഇതുണ്ടല്ലോ, ഓരോ ആൾക്കാർ ജീവിച്ചു വന്നാക്കണ ഓരോ സാഹചര്യങ്ങൾ. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വളർന്നാക്കണ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്കൊക്കെ ഭയങ്കര ഭയമുള്ള ആളാണ്. അപ്പോൾ ഭയം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അതിലോട്ട് പോകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്സ് നോക്കുന്ന ആൾക്കാരുടെ ഓഡിറ്റേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ആയി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇത്ര വർഷങ്ങളായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന്, അല്ലെങ്കിൽ അത് ഞാൻ ഇതുവരെ അവരായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അവർ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഈ പറയണ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യും. അത് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് കാശ് ഉണ്ടായി കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടിട്ട് നമ്മളിത് ഉപയോഗിക്കണം? നമ്മളല്ലാതെ തന്നെ അവിടെ മാന്യമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദുബായിൽ
ഇത്തരം ഇത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ അതുകൊണ്ട് എല്ലാം ഭംഗിയിലാണ് പോകണം. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ ഇനിയും വേണം. ഈ ലാലേട്ടനെ വെച്ചും മമ്മൂക്കാനെ വെച്ചുള്ള സിനിമ ഞങ്ങൾ ഉടനെ പ്രതീക്ഷിക്കുന്നു. ഇനി ജൂഡുമായിട്ടൊരു പ്രോജക്റ്റ് ആലോചിക്കുന്നുണ്ടോ? ജൂഡായിട്ട് ഇപ്പൊ സിനിമ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ഇതെങ്ങനെ വന്നപ്പെട്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചാക്കണ ഇതുണ്ട്. ഞാൻ ഉള്ള അവസ്ഥ പറയണു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമ്മൾ ആ ഒരു വിജയതീരത്ത് എത്തിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും പറയണു നമ്മളിതെല്ലാം മറന്നു പോകും. അപ്പോൾ നാളെ ഞാൻ ഡെഫിനറ്റ്ലി ജൂഡ് ഒരു നല്ല പ്രൊജക്റ്റ് ആയിട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ടാലൻ്റ് ഉള്ള ആള്, മനസ്സിലായില്ലേ? ഒരു ചെറിയ ഇതും കൊണ്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഴിവല്ല. ഇതിനേലും വലുത് കൊടുത്തു കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ ഇവിടെ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് ഒരു പരിമിതമായ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ജൂഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം കാലിബർ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജൂഡിനോട് ചെയ്യാൻ പാടില്ല? ചിലപ്പോൾ ചെയ്യാം, അതൊന്നും പറയാൻ പറ്റില്ല. അത് വരുന്ന പോലെ പ്രൊജക്റ്റ് പോലെ ആയിരിക്കും. പ്രൊജക്റ്റ് പോലെ ദൈവ നിശ്ചയമാണല്ലോ. അതെ, ആദ്യം എനിക്ക് ഇഷ്ടപ്പെടണമല്ലോ. നമുക്ക് ഏത് പ്രൊജക്റ്റ് ഒരു താല്പര്യം അതിനോട് തോന്നണം. ബിസിനസ് ചിന്തിച്ച് കഴിയുമ്പോൾ അതിനുള്ള സാധ്യതകളെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് എന്നെ വിളിക്കേണ്ടെന്നറിയോ കഥ പറയാനായിട്ട്. ഞാൻ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കും, ടൈം ഇതാണ്. ചിലത് കഥ കേൾക്കും. നമ്മളത് ആരോടും മോശമാണെന്നൊന്നും പറയില്ല. ചിലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. ഇതൊക്കെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നല്ലൊരു കഥകൾ വരട്ടെ, നല്ല സിനിമകൾ ഇനി ഉണ്ടാവും, വിജയിക്കും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതേപോലെ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ 2 സിനിമയ്ക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തു. അതെ, എനിക്ക് തന്നെ ഹൈദരാലി തന്നെ മാത്രമാണ് വന്ന് ചെയ്തേക്കുന്നത്. അതെ, അന്ന് ഞാൻ മാത്രമാണ്. അല്ല, നമ്മൾ ഈ പറയണ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഒരിക്കലും പുറത്തോട്ട് വരാത്ത ആൾക്കാരാണ്. ഈ സിനിമ വിജയിച്ചാലും ഒന്നും ഇതില്ല. ആ സമയത്ത് ഒരു സിനിമ ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ട്രോളാനായിട്ടും അവന് ചീത്ത പറയാനും അവൻ്റെ വീട്ടിൽ അപ്പൂപ്പനവരെ ചീത്ത പറയണത് അവൻ ബുക്ക് വിറ്റ് നടക്കണമെന്നും അവൻ വണ്ടി അഴുകാൻ നടക്കുന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സിനിമ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊഡ്യൂസർ എപ്പോഴും സൈഡിലാണ്. അതാണ് ഞാൻ കണ്ടാക്കണത്. പക്ഷേ ഈ 2018 അല്ലെങ്കിൽ മാളികപ്പുറമൊക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരിക്കാറുണ്ട്. ചില ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമെങ്കിലും ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു എനിക്ക് ഒരു ഗംഭീര വിജയമായതുകൊണ്ടായിരിക്കാം കുറച്ചധികം ആൾക്കാർ വിളിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു ഇതുകൊണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ അല്ല, ഞാനെന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നമ്മളെപ്പോഴും ഉള്ളവരാണ്. നമ്മൾ കൂടെയുള്ള ഒരുമിച്ചുള്ള യാത്രയാണ്. എന്തായാലും 2018 ഈ പറഞ്ഞ പോലെ 100 കോടിയല്ല അതിനപ്പുറത്തേക്ക് കളക്ഷൻ കിട്ടണം. അത് നല്ല കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ദൈവം തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാവിധ ആശംസകളും. ഇനി ഒത്തിരി സിനിമകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.